ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫയർവാൾ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നെറ്റ്വർക്കിൽ ഒരു സ്പെസിഫിക് ഐ പി എന്ന് മാത്രം ഗേറ്റ് വേ ഡിവൈസിലേക്ക് പിങ് അലോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ ഈ ഒരു ലാബിൽ ഞാൻ ജുനിപ്പറിൻ്റെ EH3400 സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു L3 സ്വിച്ചാണ്. അതുപോലെ ഈ സ്വിച്ചിൽ 3 എൻഡ് ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഡിവൈസിൻ്റെ IP മാസ്ക് അതുപോലെ ഗേറ്റ് വേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കണക്ട് ചെയ്ത ഡിവൈസിൽ നിന്ന് ഒരു സ്പെസിഫിക് IP എന്ന് മാത്രമേ ഈ ഡിവൈസിലേക്ക് നമ്മുടെ കണക്ട് ചെയ്ത സ്വിച്ചിലേക്ക് പിങ് അലോ ചെയ്യുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള ഏതൊരു ഡിവൈസിനും ഈ സ്വിച്ചിൻ്റെ IRB ഇൻ്റർഫേസ്, അതായത് ഈ PC-ക്ക് അസൈൻ ആയിട്ടുള്ള ഗേറ്റ് വേയിലേക്ക് പിങ് കിട്ടൂല. നമ്മൾ ഈ ഒരു 192.168.100.11 എന്ന് പറഞ്ഞ PC-ന്ന് മാത്രമേ ഈ ഒരു സ്വിച്ചിലേക്ക് പിങ് അലോ ചെയ്യുള്ളൂ. ബാക്കി 2 PC-ന്നും പിങ് ചെയ്യുമ്പോൾ നമുക്ക് പാക്കറ്റ് ഡിസ്കാർഡ് ആവും. അപ്പോൾ കോൺഫിഗറേഷന് വേണ്ടിയിട്ട് സ്വിച്ചിൻ്റെ കൺസോളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, CLI എഡിറ്റ്. ഓക്കെ, സെറ്റ് ഫയർവാൾ ഫാമിലി ഐനെറ്റ് ഫിൽറ്റർ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ഫിൽറ്ററിൻ്റെ പേര് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫിൽറ്ററിൻ്റെ പേര് മൈ ഫിൽറ്റർ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഫിൽറ്ററിൽ ടേം ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മളൊരു സ്പെസിഫിക് IP എന്ന് പിങ് അലോ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റ് ടേമിൻ്റെ പേര് അലോ പിങ് എന്ന് കൊടുക്കുന്നുണ്ട്. അലോ പിങ്. ഇനി നമ്മുടെ മാച്ച് കണ്ടീഷൻ ഫ്രം, ഇനി ഏത് IP എന്നാണോ നമുക്ക് പിങ് അലോ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു 192.168.100.11 എന്ന് പറയുന്നതാണ് നമ്മുടെ പിങ് അലോ ചെയ്യുന്ന PC. ഓക്കെ, ഇനി നമുക്കിവിടെ സോഴ്സ് അഡ്രസ്സ് കൊടുക്കണം, അതായത് ഏത് PC എന്നാണോ നമുക്ക് പിങ് അലോ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ കേസിൽ ഇവിടെ 192.168.100.11 എന്ന് പറയുന്നതാണ് നമ്മൾ പിങ് അലോ ചെയ്യുന്ന PC. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രം സോഴ്സ് അഡ്രസ് 192.168.100.11. ഓക്കെ, ഇനി പ്രോട്ടോക്കോൾ സെയിം ലൈനിൽ തന്നെ ഒന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രം പ്രോട്ടോക്കോൾ ICMP. ഓക്കെ, ICMP. ഇപ്പോൾ നമ്മൾ മാച്ച് കണ്ടീഷൻ പറഞ്ഞു കൊടുത്ത് ഇനി നമുക്ക് ആക്ഷൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം ലൈനിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രം മാറ്റിയിട്ട് ദെൻ, അതായത് മാച്ച് കണ്ടീഷൻ ആക്ഷൻ. അപ്പോൾ ആക്ഷൻ നമുക്ക് ഫസ്റ്റ് തന്നെ ലോഗ് ചെയ്യണം. ലോഗ്, അതുപോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സോഴ്സിൽ നിന്ന് പിങ് അലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടേമാണ് പറഞ്ഞു കൊടുത്തത്. ഇനി ഈ 2 PC-കളിൽ നിന്നും, അതായത് ഈ PC ഒഴികെയുള്ള ഏതൊരു PC-യിൽ നിന്നുള്ള പിങ്ങിനെ ഡിസ്കാർഡ് ചെയ്യാനുള്ള ടേം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു ടേം കൊടുക്കണം. അപ്പോൾ സെറ്റ് ഫയർവാൾ ഫാമിലി ഐനെറ്റ് ഫിൽറ്റർ
മൈ ഫിൽട്ടർ. ഓക്കെ, മൈ ഫിൽട്ടർ ടേം. ഇനി നമുക്ക് ഇവിടെ ഒരു പുതിയ ടേം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അലോ പിങ്ങിന് പകരം ഞാൻ ജസ്റ്റ് ഡെനി പിങ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടൈമിൽ നമ്മൾ അലോ പിങ് എന്നാണ് കൊടുത്ത്. അതുപോലെ ഇനി ഡെനി ചെയ്യാനുള്ള, അതായത് ഡിസ്കാർഡ് ചെയ്യാനുള്ള പാക്കറ്റ്സ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പേര് ഡെനി പിങ് എന്ന് കൊടുക്കുന്നുണ്ട്. ഡെനി പിങ്. ഇനി ഫ്രം, അതായത് നമ്മുടെ മാച്ച് കണ്ടീഷൻ പ്രോട്ടോകോൾ ICMP. ഓക്കെ, ICMP. ഓക്കെ, ഇനി നമുക്ക് ആക്ഷൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആക്ഷന് വേണ്ടിയിട്ട് സെയിം ലൈനിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി then നമുക്ക് ലോഗ് ചെയ്യണം. ഓക്കെ, അതുപോലെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു IP എന്നുള്ള പിങ്ങിനെ അലോ ചെയ്യാനുള്ള ടേം പറഞ്ഞു കൊടുത്ത്, അതുപോലെ ബാക്കിയുള്ള ഏതൊരു PC എന്നുള്ള പിങ്ങിനെ ഡിസ്കാർഡ് ചെയ്യാനുള്ള ടേമും പറഞ്ഞു കൊടുത്ത്. ഇനി നമുക്ക് ഒരു ടേം ഡിഫൈൻ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ ജുനിപ്പറിൻ്റെ ഫയർവാൾ ഫിൽറ്ററിൽ ഒരു ഡീഫാൾട്ട് ഡെനി ഉണ്ട്. അപ്പോൾ അതിനെ അലോ ചെയ്തില്ലേ ബാക്കി ഏതൊരു പാക്കറ്റ്സ് വന്നാലും അത് ഓട്ടോമാറ്റിക്കലി ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ അതിനെല്ലാം അലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ ടേം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ഫയർവാൾ ഫാമിലി inet ഫിൽറ്റർ മൈ ഫിൽറ്റർ. ഇനി ടേം നമ്മുടെ ടേമിൻ്റെ പേര് അലോ ഓൾ എന്ന് കൊടുക്കാം. അലോ ഓൾ. ഓക്കെ, അലോ ഓൾ എന്ന് കൊടുത്ത് ഇനി ജസ്റ്റ് ഞാനൊരു ആക്ഷൻ അക്സെപ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ കോൺഫിഗറേഷൻ ഒന്ന് ഷോ ചെയ്യാം. സെറ്റ് മാച്ച്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇതാണ് നമ്മളെ കോൺഫിഗറേഷൻ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലൈനിൽ നമ്മൾ പറഞ്ഞു കൊടുത്തത് ഇത് നമ്മുടെ ഫിൽറ്ററിൻ്റെ പേരാണ്. ഓക്കെ, ഈ ഫിൽറ്ററിൻ്റെ അണ്ടറിലാണ് നമ്മൾ എല്ലാ ടേമും ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫിൽറ്ററിലെ ഫസ്റ്റ് ടേം നമ്മൾ പറഞ്ഞു കൊടുത്ത് അലോ പിങ് ആണ്. അതായത് ഇത് ടേമിൻ്റെ പേരാണ്. ഈ ടേമിൽ ഫ്രം, അതായത് മാച്ച് കണ്ടീഷൻ, ഈ സോഴ്സ് അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത്, അതായത് ഈ അഡ്രസ്സ് ആണെങ്കിൽ, അതുപോലെ അടുത്ത മാച്ച് കണ്ടീഷൻ പ്രോട്ടോകോൾ ICMP ആണെങ്കിൽ, ഇനി ആക്ഷൻ പറഞ്ഞു കൊടുത്ത് സെയിം ടേമിൻ്റെ അകത്ത്, അതായത് ആക്ഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തത് ഈ പാക്കറ്റിനെ ലോഗ് ചെയ്യണം, അതുപോലെ പാക്കറ്റിനെ അക്സെപ്റ്റ് ചെയ്യണം, ഈ ഒരു സ്പെസിഫിക് IP എന്ന് മാത്രമാണെങ്കിൽ. അതുപോലെ ബാക്കിയുള്ള IP എന്നുള്ള പിങ് പാക്കറ്റിനെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമതായിട്ട് നമ്മളൊരു ടേം ഡിഫൈൻ ചെയ്ത് അതിൽ മാച്ച് കണ്ടീഷൻ പ്രോട്ടോകോൾ ICMP ആണെങ്കിൽ ആക്ഷൻ നമ്മൾ പറഞ്ഞു കൊടുത്ത് ലോഗ് ചെയ്യണം, അതുപോലെ ആ പാക്കറ്റിനെ ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ മൂന്നാമതൊരു ടേം കൊടുത്തത് അലോ ഓൾ എന്നാണ് ടേമിൻ്റെ പേര് കൊടുത്ത് ജസ്റ്റ് ആക്ഷൻ മാത്രം കൊടുത്തിട്ടുള്ളൂ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ജുനിപ്പറിലെ ഡീഫോൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു ജസ്റ്റ് അലോ ഓൾ എന്ന് പറഞ്ഞൊരു ടേം കൊടുത്തത്. അല്ലെങ്കിൽ നമ്മുടെ ഇതൊഴികെയുള്ള ബാക്കി ഏത് പാക്കറ്റ് വന്നാലും ഓട്ടോമാറ്റിക്കലി ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ അതിനെല്ലാം അലോ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ടേം കൊടുത്തത്. ഇനി നമുക്കിത് ഒരു ഇൻ്റർഫേസിലേക്ക് അസൈൻ ചെയ്യാം. അപ്പോൾ സെറ്റ്
ഇൻ്റർഫേസ് ലൂപ്പ് ബാക്ക് ഇൻ്റർഫേസിലേക്കാണ് അസൈൻ ചെയ്യുന്നത്. ഫാമിലി inet ഫിൽറ്റർ. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് ഇൻപുട്ട് ഫിൽറ്റർ അതുപോലെ ഔട്ട്പുട്ട് ഫിൽറ്റർ. നമ്മളിത് ഇൻപുട്ട് ഫിൽറ്ററാണ്, അതായത് റിസീവ്ഡ് പാക്കറ്റ്സ് ആണ്. അപ്പോൾ ഇൻപുട്ട് ഇനി നമ്മുടെ ഫിൽറ്ററിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫിൽറ്ററിൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ മൈ ഫിൽറ്റർ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി കമ്മിറ്റ് കൊടുക്കാം. ഓക്കെ, കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഇമേജിൽ ഈ ഒരു പി സിയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഓക്കെ, ഈ കമ്പ്യൂട്ടറിൻ്റെ IP നോക്കിയാൽ കാണാം 192.168.100.13 ആണ്. അതായത് ഞാൻ ഈ ഒരു കമ്പ്യൂട്ടറിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്നൊന്ന് ജസ്റ്റ് നമുക്ക് പിങ് ചെയ്ത് നോക്കാം. അപ്പോൾ പിങ് 192.168.100.1. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് പിങ് പോകുന്നില്ല, റിക്വസ്റ്റ് ടൈം ഔട്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു പി സി എന്നാണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം 4 പാക്കറ്റ് സെൻഡ് ചെയ്ത് റിസീവ്ഡ് 0 ആണ്. ലോസ്റ്റ് 4 പാക്കറ്റും ലോസ്റ്റ് ആയിട്ടുണ്ട്. 100% പാക്കറ്റ് ലോസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ IP ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ 13 ആണ് കൊടുത്തത്, അതായത് നമ്മുടെ ഈ ഒരു IP. ഇനി നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു IP ആക്കാം. ഈ ഒരു IP എന്നാണ് നമ്മൾ പിങ് അലോ ചെയ്തത്. അപ്പം ഞാനിവിടെ 11 ആക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് എനേബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്ന് ഞാനിപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ IP ജസ്റ്റ് ഷോ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം 192.168.100.11 ആണ്. ഇനി നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ പിങ് സക്സസ്ഫുള്ളായിട്ട് വർക്കായത്. ഇനി തിരിച്ച് ഞാൻ സ്വിച്ചിലേക്കൊന്ന് പോകുന്നുണ്ട്. ഈ സ്വിച്ചിൽ ഓൾറെഡി നമ്മൾ ലോഗ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്കാർഡ് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ലോഗിൽ കാണാൻ പറ്റും നടന്ന ആക്ഷൻസ്. റൺ ഷോ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടറിൻ്റെ IP 192.168.100.13 സെറ്റ് ചെയ്തിട്ടാണ് പിങ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ ഒരു റിസൾട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാം ടൈം ഓഫ് ലോഗ് ഉണ്ട്, അതുപോലെ ഡേറ്റ്, പിന്നെ ആക്ഷൻ ഡിസ്കാർഡ് എന്ന് പറഞ്ഞ ആക്ഷനാണ് നമ്മൾ കൊടുത്തത്. പിന്നെ ഇൻ്റർഫേസ്, ഏത് ഇൻ്റർഫേസിലാണോ നമ്മുടെ PC കണക്ട് ചെയ്ത് അത് കാണിക്കുന്നുണ്ട്. പ്രോട്ടോകോൾ ICMP കാണിക്കുന്നുണ്ട്, പാക്കറ്റ് ലെങ്ത് കാണിക്കുന്നുണ്ട്, സോഴ്സ് അഡ്രസ്സ് ഇവിടെ നോക്കിയാൽ കാണാം 192.168.100.13, അതായത് ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ IP ആണ് കാണിക്കുന്നത്. ഇതെന്നാണ് നമ്മൾ ഫസ്റ്റ് പിങ് ചെയ്തത്. പിന്നെ അതുപോലെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് 192.168.100.1 ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു സ്വിച്ചിൻ്റെ സ്വിച്ചിൻ്റെ IP. ഇനി നമുക്ക് തൊട്ട് മേലേക്ക് പോവാം. തൊട്ട് മേലെ ഇവിടെ നോക്കിയാൽ കാണാം ലോഗിൽ ഡേറ്റ് ടൈം കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ഫിൽട്ടർ ആക്ഷൻ അക്സെപ്റ്റ് ആണ്. ഓക്കെ, അതായത് ഈ ഒരു
100.11 എന്ന് പറഞ്ഞ IP നമ്മൾ accept ആണ് കൊടുത്തത്. പിങ് അതുപോലെ ഇൻ്റർഫേസ് കാണിക്കുന്നുണ്ട്, പ്രോട്ടോക്കോൾ കാണിക്കുന്നുണ്ട്, പാക്കറ്റ് ലെങ്ത്ത്, സോഴ്സ് അഡ്രസ്സ്. ഇവിടെ സോഴ്സ് അഡ്രസ്സ് നോക്കിയാൽ കാണാം, നേരത്തെ 192.168.100.13 ആയിരുന്നു, ഇവിടെ 11 ആണ്. അതുപോലെ ആക്ഷൻ നോക്കിയാൽ കാണാം, ഇവിടെ നമ്മൾ ഡിസ്കാർഡാണ്, ഇവിടെ നമുക്ക് accept ആണ്. ഓക്കെ, അതായത് ഈ ഒരു IP ന്ന് മാത്രമേ നമ്മൾ പിങ് അലോ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് 192.168.100.1. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ലോഗ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ലോഗ് ഡീറ്റെയിൽസ് ഒന്നുകൂടെ. അതായത് നമ്മുടെ ആക്ഷൻ ഫസ്റ്റ് തന്നെ ടൈം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആക്ഷനിൽ എന്ന് കാണിക്കുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ accept ആണ്. ഇൻ്റർഫേസ് കാണിക്കുന്നുണ്ട്, പ്രോട്ടോക്കോൾ കാണിക്കുന്നുണ്ട്, സോഴ്സ് അഡ്രസ്സ് കാണിക്കുന്നുണ്ട്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, ആക്ഷനിൽ D ആണ്, D എന്ന് പറഞ്ഞാൽ ഡിസ്കാർഡ്. അതുപോലെ ഇൻ്റർഫേസ്, പ്രോട്ടോക്കോൾ, IP അതായത് സോഴ്സ് അഡ്രസ്സ് നമ്മൾ ബാക്കിയുള്ള എല്ലാ അഡ്രസ്സിനും ഡിസ്കാർഡ് കൊടുത്തുകൊണ്ടാണ്, അതായത് വേറെ ഏതൊരു IP വന്നാലും ഡിസ്കാർഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഡിസ്കാർഡ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു സ്പെസിഫിക് IPക്ക് മാത്രമേ പിങ് അലോ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജുനിപ്പർ ഡിവൈസിൽ ഫയർവാൾ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്പെസിഫിക് IP ന്ന് പിങ് അലോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ ഈ ഒരു IP ന്ന് മാത്രമാണ് പിങ് അലോ ചെയ്തത്. ബാക്കി ഏതൊരു IP ന്ന് പിങ് പാക്കറ്റ് വന്നാലും ഡിസ്കാർഡ് ചെയ്യും, അതുപോലെ ലോഗ് ചെയ്യും. ഓക്കെ.